ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ സർഗലയം യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു അതിസുന്ദരമായ ഉദ്യാനത്തിലാണ്. അതായത് രാജസ്ഥാനിലെ ഉദയപൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു ചരിത്ര ഉദ്യാനം സഹേലിയോം കി ബാരി, തോഴിമാരുടെ ഉദ്യാനത്തിലാണ്. ഞങ്ങളെ എല്ലാ ഫ്രണ്ട്സും ഇവിടെ വളരെ ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഇത് സഖിമാരുടെ ഉദ്യാനമായതുകൊണ്ട് എല്ലാ ലേഡീസിനും ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഈ ഉദ്യാനത്തിൻ്റെ മുഴുവൻ കാഴ്ചകളിലേക്ക്. This garden have historical importance. So that's Saheliyon ki Bari. Sakhi's garden. Sakhi's garden. Like you all Sakhi's. Yes. ഈ ഉദ്യാനം ഒരു ചരിത്ര ഉദ്യാനമാണ്. 18-ാം നൂറ്റാണ്ടിൽ മഹാറാണ സംഗ്രാം സിംഗ് രണ്ടാമൻ നിർമ്മിച്ചതാണ് ഈ ഗാർഡൻ. ഇത് ഒരു ഓൾഡ് ഗാർഡനാണ്. അതിമനോഹരമാണ്, അതിവിശാലമാണ്. ഈ ഗാർഡൻ നിർമ്മിച്ചതിന് പിന്നിൽ ഒരു കഥ തന്നെയുണ്ട്. അതായത് മഹാരാജാവ് തൻ്റെ റാണിക്കും റാണിയുടെ ഒപ്പമുണ്ടായിരുന്ന 48 തോഴിമാർക്കും വേണ്ടിയിട്ടാണ് ഈ ഗാർഡൻ നിർമ്മിച്ചത്. 365 ദിവസവും മഴ പെയ്യുന്ന ഒരു ഗാർഡൻ തനിക്ക് വേണമെന്നായിരുന്നു റാണിയുടെ ആഗ്രഹം. അങ്ങനെ രാജാവ് ഈ അതിസുന്ദരമായ ഗാർഡൻ അവർക്ക് വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടി, കൊട്ടാരത്തിന് പുറമെ വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തന്നെ കണ്ടുപിടിക്കുകയും അവിടെ അതിമനോഹരമായ ഒരു ഗാർഡൻ നിർമ്മിക്കുകയുമാണ് ഉണ്ടായത്. ഈ ഗാർഡൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഗാർഡനിൽ പമ്പുകളോ വൈദ്യുതിയോ ഉപയോഗിക്കാതെ ജലസമ്മർദ്ദവും ഗുരുത്വാകർഷണം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മനോഹരമായ മാർബിൾ ഫൗണ്ടനുകളാണുള്ളത്. അതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മാർബിൾ ആനകൾ, താമരപ്പൂക്കൾ നിറഞ്ഞ കുളങ്ങൾ, മനോഹരമായ നടവഴികൾ എല്ലാം ഈ ഗാർഡനകത്തുണ്ട്. കന്യകമാരുടെ പൂന്തോട്ടം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഫത്തേസാഗർ തടാകത്തിന് സമീപത്താണ് ഈ അതിമനോഹരമായ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഫത്തേസാഗർ തടാകത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ കാണാൻ നിരവധി വിനോദസഞ്ചാരികളാണ് ദിനം പ്രതി ഇവിടെ എത്തിച്ചേരുന്നത്. നല്ലൊരു കൂളിംഗ് പ്ലേസാണ്. അതോടൊപ്പം തന്നെ വളരെ പ്ലസൻ്റ് ഏരിയ. എപ്പോഴും മഴ പെയ്യുന്ന ഒരു ഫീലിംഗാണ് നമുക്കിവിടെ വന്നാൽ ലഭിക്കുന്നത്. വെള്ളം തുപ്പുന്ന മാർബിൾ ആനകളും താമരപ്പൂക്കൾ നിറഞ്ഞ കുളങ്ങളും മനോഹരമായ നടവഴികളും ഇടവഴികളും എല്ലാമുള്ള ഈ സഹേലിയോൻ കി ബാരി, അതായത് സഖിമാരുടെ ഈ പൂന്തോട്ടത്തിലെ അതീവ ഹൃദ്യമായ കാഴ്ച നിങ്ങളെയും ആകർഷിച്ചെന്ന് വരുന്നു. ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉദയപൂരിലെ പുതിയ പുതിയ കാഴ്ചകൾ ഇനിയും നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. രാജഭരണകാലത്തെ അതീവ ഹൃദ്യമായ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.